السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഇനി മുസ്തഫയുടെ ഗീർവാണം മറ്റൊരു പ്രവാചക ഹവ്വയാണ് പ്രവാചക എന്നതിന് തെളിവെന്താണ്? ഹവ്വയോടും ആദമിനോടും അള്ളാഹു സ്വർഗത്തിൽ താമസിച്ചു കൊള്ളാൻ പറഞ്ഞു. അവിടെ അള്ളാഹു ഹവ്വയെ സംബോധന ചെയ്യില്ല, ആദമിനെ സംബോധന ചെയ്തുകൊണ്ട് ഉസ്കുൻ അന്ത വദൗജുക, നീയും നിൻ്റെ ഇണയും ഉസ്കുൻ അന്ത വദൗജുക്കൽ ജന്ന, സ്വർഗത്തിൽ താമസിച്ചു കൊള്ളാന്ന് പറഞ്ഞു. എന്നാലും ആദമ് പ്രവാചകനാണെങ്കിൽ ഹവ്വയും പ്രവാചകനാണ്. ആദമിൻ്റെ അടുക്കളയിൽ ജോലിയെടുക്കാൻ പറ്റിയ അടുക്കളക്കാരി ആയിരുന്നില്ല, അതുപോലെ ആദമിൻ്റെ വപ്പാട്ടിയായിരുന്നില്ല ഹവ്വ. എന്ന് പറഞ്ഞാൽ നമ്മളെ മൗലവി സാഹിബ് ലോകത്തുള്ള പ്രവാചകങ്ങളല്ലാത്ത എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളുടെ വപ്പാട്ടികളാണ് എന്ന് ധരിച്ചു വച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം തൻ്റെ കെട്ടിയോളോട് വളരെ മോശമായി പെരുമാറിയിട്ടുള്ളത്. അത് ആ കെട്ടിയോൾ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. അപ്പം പ്രവാചകങ്ങളല്ലാത്ത ഭാര്യമാരൊക്കെ ആണുങ്ങളുടെ വപ്പാട്ടികളാണ് എന്ന് പറഞ്ഞല്ലോ. പിന്നെ അതിനുള്ള തെളിവെന്താണ്? കാല, അവർ രണ്ടാളും പറഞ്ഞു. എന്ത് പറഞ്ഞു? റബ്ബനാ ലലംനാ അൻഫുസന. പിന്നെ മാത്രമല്ല, ആദമിനെയും ഹവ്വയെയും ഒന്നിച്ച് അല്ലാതെ ഏകവചനത്തിൽ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നതാണ് മൂപ്പരുടെ മറ്റൊരു കണ്ടുപിടുത്തം. അപ്പോൾ യാ ആദം ഉസ്കുൻ അന്തവ സൗജുക്ക എന്ന് പറഞ്ഞാൽ ഉസ്കുൻ, നീ താമസിക്കണം, അന്തവ സൗജുക്കൽ ജന്ന. അവിടെ ഏകവചനത്തിലാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കുല എന്ന് പറയുന്നത്. അപ്പം ഇതാണ് മൂപ്പരുടെ ഒരു വളരെ പ്രമാദമായിട്ടുള്ള തെളിവ്, ഹവ്വ പ്രവാചകയാണ് എന്ന് തെളിയിക്കാനുള്ള. പിന്നെ മറിയമിൻ്റെ പേരിൽ തന്നെ ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അപ്പോൾ പ്രവാചകന്മാരുടെ പേര് വെച്ചുകൊണ്ടാണ് ഖുർആനിലുള്ള സൂറത്തുകൾ. അപ്പോൾ എല്ലാ പ്രവാചകന്മാരുടെ പേരിലും സൂറത്ത് ഉണ്ടാവണല്ലോ. അപ്പോൾ അതിൽ യൂനുസ്, ഇബ്രാഹിം, പിന്നെ അതുപോലെ യൂസുഫ്, ഹൂദ്, സാലിഹ് ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മറിയമ്മിൻ്റെ പേരിൽ ഒരു സൂറത്തുള്ളതുകൊണ്ട് മറിയം പ്രവാചകയാണ്. ഇതാണ് വേറൊരു തെളിവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പേര് ഉള്ളത് കൊണ്ടാണ് പിന്നെ സൂറത്തുള്ളത് പ്രവാചക ആവുന്നതെങ്കിൽ ആലി ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇമ്രാൻ്റെ കുടുംബക്കാരൊക്കെ പ്രവാചകന്മാരായിരിക്കണം. ഇമ്രാൻ തന്നെ പ്രവാചകനാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഒരു പ്രവാചകനെ ഖുർആൻ എണ്ണിയിട്ടുമില്ല. ആല ഇമ്രാനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതുപോലെ പിന്നെ മറ്റ് ചില കുടുംബങ്ങളെയും ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. എന്നല്ലാതെ ഇമ്രാൻ പ്രവാചകനാണെന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ മുസ്തഫ പറയുന്ന അനുസരിച്ച് ഇമ്രാൻ്റെ കുടുംബം മുഴുവൻ പ്രവാചകന്മാരായി തീരണം. ഇനി ആസിയ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ശിഷ്യയായിട്ടുള്ള ആസിയ, അവരാണ് മറ്റൊരു പ്രവാചക. അത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച്. അപ്പോൾ മൂപ്പരിപ്പോൾ വ്യക്തമായിട്ട് പറയുന്നത് അതാണ്. ضربallahu مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة. നിൻ്റെ അടുത്ത് സ്വർഗത്തിൽ നിൻ്റെ കൂടെ ഇരിക്കാൻ എന്നാണ് മുസ്തഫ പറയുന്നത്. നിൻ്റെ കൂടെ ഇരിക്കാൻ. അത് ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഖുർആൻ ഇന്ദക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മുസ്തഫ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മോക്ഷ സിദ്ധാന്തത്തിൽ പറഞ്ഞതുപോലെ അല്ലെ, മോക്ഷത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പോലെയാണെങ്കിൽ അത് പിന്നെ മറ്റൊരു സംഗതി. അതായിരുന്നാലും ആസിയ പ്രവാചകയാണ്. ആസിയ പ്രവാചക അല്ലെങ്കിൽ അങ്ങനെ പ്രവാചകന്മാർക്ക് മാതൃകയാവുമെന്നാണ് മൂപ്പരുടെ ചോദ്യം. ഇവിടെ പ്രവാചകന്മാർ എന്ന് ഖുർആൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ പ്രവാചകന്മാർക്ക് ഇവർ മാതൃകയാണെന്നാണോ പറഞ്ഞത്?
അതോ മുഅ്മിനുകൾക്ക് വിശ്വാസികൾക്ക് മാതൃക എന്നാണോ പറഞ്ഞത്? ഈ ആയത്ത് സൂറത്ത് തഹരീമിലാണുള്ളത്. അവിടെ ദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു, അത് പറയുന്നതിന് മുമ്പ് ഖുർആൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ലൂത്തിൻ്റെയും നൂഹിൻ്റെയും ഭാര്യമാരെ നമ്മൾ നിഷേധികൾക്ക് മാതൃകയാക്കി. അവിടെ നിഷേധികൾ എന്ന് പറഞ്ഞതിൻ്റെ എതിര് പദമായിട്ടാണ് ഇവിടെ മുഅ്മിനീൻ ദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആനിൽ ഒരിടത്തും ആസിയയും മറിയമും പ്രവാചകന്മാർക്ക് മാതൃകയാണെന്നല്ല പറഞ്ഞത്. നിഷേധികൾക്ക് എപ്രകാരം നോഹിൻ്റെയും ലൂത്തിൻ്റെയും അലൈഹിസ്സലാം ഭാര്യമാർ മാതൃകയാണോ, അതേപോലെ വിശ്വാസികൾക്ക് മാതൃകയാണ് ഫിർഔന്റെ ഭാര്യയും അതുപോലെ തന്നെ മറിയമും എന്നാണ്. ഇവരെ മാതൃകയാക്കുന്നതിൻ്റെ കാര്യം എന്താണ്? പ്രവാചക ആയെങ്കിലേ മാതൃകയാവാവൂ എന്ന് അങ്ങനെ ഉണ്ടോ? അങ്ങനെ സംഗതി ഇല്ല. മാതൃക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അയാൾ ഉൾക്കൊള്ളുന്ന ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അധാർമികതയുടെ അടിസ്ഥാനത്തിലാണ് മാതൃകയായിത്തീരാം. ഇവിടെ നിഷേധികൾക്ക് മാതൃകയാണെന്ന് പറയുന്നത് ഈ രണ്ട് സ്ത്രീകളും അധാർമികതയിൽ തങ്ങളുടെ ഭർത്താക്കന്മാരെ പോലും വഞ്ചിച്ചുകൊണ്ട് മുമ്പോട്ട് പോയവരാണ്. എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന അനീതികൾക്കും അതുപോലെ പ്രകൃതി വിരുദ്ധമായ സംഗതികൾക്കുമൊക്കെ ചൂട്ടുപിടിക്കാനും അതിനെ ന്യായീകരിക്കാനും അതിന് ഒത്താശ ചെയ്തു കൊടുക്കാനും ഒക്കെയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. എന്നതുപോലെ ഫിർഔന്റെ ഭാര്യ മാതൃകയായിത്തീരുന്നത് എന്ത് കാര്യത്തിലാണ്? ഫിർഔന്റെ കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പ്രവാചകത്വത്തിൽ വിശ്വസിച്ച ആസിയ അതിൽ നിന്ന് അളവ് വ്യതിചലിക്കാൻ സന്നദ്ധയാവാതെ തൻ്റെ ഭർത്താവും ഈജിപ്തിലെ ചക്രവർത്തിയുമായിട്ടുള്ള ഭരണാധികാരിയുടെ എല്ലാ മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിയ ക്ഷമാപൂർവം ഈമാനിൻ്റെ ഇസ്ലാമിൻ്റെ ഉറച്ചു നിന്നിട്ടുള്ള ഒരു സ്ത്രീരത്നം എന്നുള്ളതാണ് ആസിയയുടെ പ്രത്യേകത പറഞ്ഞാൽ. ഇതിൽ വിശ്വാസികളായ ആളുകൾക്ക് മാതൃക ഉണ്ട് എന്നാണ്. അപ്പോൾ ഖുർആനിൽ അല്ലദീന ആമനു, വിശ്വാസികൾ എന്ന് പറയുന്നതിൽ പ്രവാചകന്മാർ പെടൂല എന്ന് ചോദിക്കാം, അത് ശരിയാണ്. പക്ഷേ ഖുർആനിൽ അല്ലദീന ആമനു എന്ന് പറയുന്നത് നേർക്കുനേർ ആരോടാണ്? അത് പ്രവാചകന്മാരോടാണോ അതോ പ്രവാചകന്മാരെ അംഗീകരിച്ച വിശ്വാസികളോടാണോ എന്ന് ചോദിച്ചാൽ അത് വിശ്വാസികളാണ്, പ്രവാചകന്മാരല്ല എന്നാണ് ഏതൊരു സാമാന്യ ബുദ്ധിക്കും പറയാൻ കഴിയാം. എന്ന് മാത്രമല്ല, കവിഞ്ഞാൽ വിശുദ്ധ ഖുർആനിലാണല്ലോ ഈ രണ്ട് സ്ത്രീകളെ സംബന്ധിച്ചും പറയുന്നത്. ദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔന. അപ്പോൾ ഇവരെ മാതൃകയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിലുള്ള വിശ്വാസികൾക്കാണ്. അല്ലെങ്കിൽ പിന്നെ അള്ളാഹ് പറയേണ്ടിയിരുന്നു മൂസാ നബിയുടെ കാലഘട്ടം മുതൽക്കേ ഉള്ള ആളുകൾക്കൊക്കെ മാതൃകയായിട്ടാണ് അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ബൈബിളിൽ ഒരു പ്രയോഗം നമ്മൾക്ക് കാണാൻ കഴിയില്ല, ഖുർആനിലും ഇല്ല. എന്നിരിക്കെ എങ്ങനെയാണ് പ്രവാചകന്മാർക്ക് ഇവർ മാതൃകയാവുക? ഇത് തന്നെയാണ് മറിയമിൻ്റെയും കാര്യം. മറിയമിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും മറിയമ ബിനത്ത ഇമ്രാന അല്ലത്തി അഹ്സനത്ത് ഫർജഹാന എന്ന് പറഞ്ഞാൽ ജീവിത വിശുദ്ധി, ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ അവർ കാണിച്ചിട്ടുള്ള ശ്രദ്ധയും അള്ളാഹുവിന് വിധേയപ്പെടുന്നതിൽ അവർ കാണിച്ചിട്ടുള്ള ശുഷ്കാന്തിയുമാണ് ഇവിടെ മറിയമ്മിനെ മാതൃക ആക്കി നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. അതിനവർ പ്രവാചകങ്ങളാവണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് മുസ്തഫ നാക്കിട്ട് വലിച്ചു കയറുന്നത് ഒരു കാര്യമൊന്നുമില്ല. കാരണം ഈ പെണ്ണുങ്ങളെ പലരെ സംബന്ധിച്ചും ഇവർ പ്രവാചകങ്ങളായിരുന്നുവോ അല്ല എന്നുള്ളത് മുസ്ലിം പണ്ഡിതന്മാർക്ക് നേരത്തെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ആ അഭിപ്രായത്തിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് മുസ്തഫ ഇവിടെ വലിയ വായന ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് തോന്നുന്നതാണ്, ഓ നമ്മളെ മുസ്തഫ മൗലവി എന്തുമാത്രം വിവരമുള്ള മനുഷ്യനാണ്, അദ്ദേഹം ഖുർആനിൽ നിന്ന് ഇത്രയൊക്കെ നിർദ്ധാരണം ചെയ്തെടുത്തിട്ട്
ഈ ആളുകളൊക്കെ പ്രവാചകന്മാരാണെന്ന് സ്ഥാപിച്ചു കളഞ്ഞല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു കാര്യം തെളിവായി തീരുന്നത് എപ്പോഴാണ്? തെളിവായി തീരുന്നത് 2-3 രീതിയിലോ സംഗതി തെളിവാവാം. ഒന്ന് സൂചന, മറ്റൊന്ന് നേർക്ക് നേരെ പറയാം. ഒരു സംഗതി യഥാർത്ഥത്തിൽ തെളിവായി തീരണമെങ്കിൽ അത് ഖണ്ഡിതമായി വ്യക്തമായിട്ട് വ്യാഖ്യാനത്തിന് പഴുതില്ലാതെ പറയുമ്പോഴേ അതിനെ ഖണ്ഡിതമായിട്ടുള്ളൊരു തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റുള്ളൂ. ആ നിലക്ക് പറയുമ്പോൾ വഹി എന്ന പ്രയോഗം പോലും മൂസാ നബിയുടെ മാതാവിനെ മാറ്റി നിർത്തിയാൽ മറ്റ് ഖുർആൻ സൂചിപ്പിച്ചതോ പേരെടുത്ത് പറഞ്ഞതായിട്ടുള്ള ഒരു സ്ത്രീകളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ അവർക്ക് വഹി നൽകിയെന്ന് പറയില്ല. അപ്പോൾ ഖണ്ഡിതമായിട്ടുള്ള ഒരു വാക്യം പോലും ഖുർആനിൽ നിന്ന് കണ്ടെടുക്കാൻ സാധ്യമല്ല എന്നതാണ്. പിന്നുള്ളത് ഇങ്ങനെയുള്ള സൂചനകൾ മാത്രമാണ്. ആ സൂചനകൾ വെച്ചിട്ട് ഒരാൾക്ക് ഇവർ പ്രവാചകങ്ങളായിരുന്നു എന്ന് പറയാം. അതിന് നമ്മൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഖുർആൻ എവിടെയെങ്കിലും ഇവർ പ്രവാചകങ്ങളായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ മുസ്തഫക്ക് ആകെയുള്ളത് ഈ ഒരു സംഗതി മാത്രമാണ്. പണ്ഡിതന്മാർ പറഞ്ഞ ആ ഒരു അഭിപ്രായം മൂപ്പരുടേതാക്കി എടുത്ത് പറയുന്നു. പിന്നെ ലുക്മാൻ പ്രവാചകനാണ്. അദ്ദേഹത്തെ പ്രവാചകനായി അംഗീകരിക്കൂല. കാരണം എന്താണ്? അദ്ദേഹം കറുത്ത വർഗ്ഗക്കാരനായതാണ് പോലും. അപ്പോൾ ഈ പുരോഹിതന്മാർ എത്രമാത്രം വർഗീയത പുലർത്തുന്നവരാണ്, അല്ലെ ജാതീയ മനസ്സുള്ളവരാണ് എന്നാണ് മൂപ്പരെ ചോദ്യം. യഥാർത്ഥത്തിൽ ലുക്മാനെ പറ്റിയുള്ള ഖുർആൻ്റെ പ്രയോഗം എന്താണ്? വലഖദ് ആതൈനാ ലുക്മാനൽ ഹിക്മത്ത. ലുക്മാന് നമ്മൾ ഹിക്മത്ത് നൽകി എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഈ ഹിക്മത്ത് എന്നത് നുബുവത്താണോ? ഹിക്മത്തിനെ സംബന്ധിച്ച് നുബുവത്ത് എന്ന് ഖണ്ഡിതമായി പറയാവുന്ന വല്ല പ്രയോഗവും ഖുർആനിലുണ്ടോ? ഖുർആനിൽ ഹിക്മത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുമാണ് പറഞ്ഞപ്പോഴാണ് ഹിക്മത്ത് പറഞ്ഞിട്ടുള്ളത്. അവിടെ ആവട്ടെ ഹിക്മത്ത് എന്ന് പറയുന്നത് വനുഅല്ലിമുഹുൽ കിതാബ് വൽ ഹിക്മ എന്നാണ് ഈസാ നബിയെ പറ്റി പറഞ്ഞത്. അദ്ദേഹത്തിന് കിതാബും ഹിക്മത്തും പഠിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞപ്പോൾ യുഅല്ലിമുഹുൽ കിതാബ് വൽ ഹിക്മ, അദ്ദേഹം ജനങ്ങൾക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഇവർ പ്രവാചകന്മാരാണെന്ന് ഖുർആൻ ഖണ്ഡിതമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഹിക്മത്ത് എന്നത് മാത്രം വെച്ചുകൊണ്ട് ലുക്മാനിന് നൽകിയതിനെ പറ്റിയ ഖുർആൻ അങ്ങനെ ഒരു പരാമർശമുള്ളൂ. ഇത് മാത്രം വെച്ചിട്ട് ഒരാൾ പ്രവാചകനാണ് എന്ന് തെളിയിക്കാവുന്ന, ഖണ്ഡിതമായി പറയാവുന്ന യാതൊരു സാന്ദർഭിക തെളിവ് പോലും നമ്മൾക്ക് ഖുർആനിൽ നിന്ന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രവാചകനാണ് എന്ന് ഖണ്ഡിതമായി പറയാവുന്ന തെളിവൊന്നുമില്ല. അതുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ അദ്ദേഹത്തെ പ്രവാചകന്മാരുടെ ഗണത്തിൽ എണ്ണിയിട്ടില്ല എന്നത് മാത്രം. ഇവിടെ മുസ്തഫയുടെ ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിദ്വേഷം അത് വെച്ചിട്ടാണ് അദ്ദേഹം മുസ്ലിം പണ്ഡിതന്മാരെ ലുക്മാൻ കറുത്ത ആളായിരുന്നു, ഏതോ കിതാബിലെവിടോ പറഞ്ഞിട്ടുണ്ടാവും ലുക്മാൻ കറുത്ത ആളായിരുന്നു. അതും ഖണ്ഡിതമായി തെളിയിക്കാൻ പറ്റുന്ന സംഗതിയൊന്നുമല്ല. ഖുർആൻ്റെ വർണ്ണം ഇനി പോട്ടെ, ഈ പ്രവാചകന്മാർ ഖുർആൻ എടുത്ത് പറഞ്ഞ പ്രവാചകന്മാരൊക്കെ വെളുത്ത ആളുകളായിരുന്നു എന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? അവരുടെ നിറത്തെ സംബന്ധിച്ച്, അവരുടെ കുലമഹിമയെ സംബന്ധിച്ച്, അവരുടെ ജാതിയെ സംബന്ധിച്ച്, അവരുടെ ഗോത്രമഹിമയെ സംബന്ധിച്ചൊക്കെ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഖുർആനിൽ എവിടെയും കാണാൻ സാധ്യമല്ല. പിന്നെ ലുക്മാൻ്റെ കാര്യത്തിൽ എന്താ ഈ തൊലിൻ്റെ നിറം എടുത്ത് പറയാനുള്ള കാരണം? അപ്പോൾ ഇത് മുസ്തഫയുടെ മനസ്സിൽ ഇങ്ങിപ്പൊങ്ങുന്ന മുസ്ലിങ്ങളോടുള്ള വിദ്വേഷം, വിശേഷിച്ചും മുസ്ലിം പണ്ഡിതന്മാരോടുള്ള വിദ്വേഷം, അത് ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മുസ്തഫൻ്റെ കഞ്ഞിൽ അതിനും തെളിവൊന്നുമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. അപ്പോൾ അതിലൂടെ തനിക്ക് കുറച്ച് കയ്യടി കിട്ടും. ആ കയ്യടി നേടിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം എന്നുള്ളവർക്ക് മാത്രമാണ് മുസ്തഫ ഇവിടെ പുരോഹിതന്മാരെ, മുസ്ലിം പണ്ഡിതന്മാരെ പുരോഹിതന്മാരെന്ന് അധിക്ഷേപിച്ചുകൊണ്ട് ലുക്മാന് കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രവാചകനായിട്ട് അംഗീകരിക്കാതെ എന്നൊക്കെ തട്ടിവിടുന്നത്.
അല്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിന് പറ്റിയ ഒരു തെളിവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്ന അദ്ദേഹം അങ്ങനെ പറയട്ടെ. മനുഷ്യന് അങ്ങനെയുണ്ടല്ലോ സംഗതി, പറഞ്ഞ് ബൂതി തീർക്കുക എന്നുള്ളത്. അത്രമാത്രമേ മുസ്തഫയുടെ ഇത്തരത്തിലുള്ള വായ്ത്താരികളെ സംബന്ധിച്ച് പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്.